ഹലോ എവരിവൺ, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കുന്ന മൂന്നാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ ഇതുവരെ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും കമ്പനികൾ എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ഷെയറുകൾ വിൽക്കാനിടുന്നതെന്നും മനസ്സിലാക്കി. അപ്പോൾ എന്താണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? നമ്മൾ നേരത്തെ മനസ്സിലാക്കി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനികൾ അവരുടെ ഷെയർസ് വിൽക്കുന്ന സ്ഥലമാണ്. ആ ഷെയർസ് നമ്മളെപ്പോലെ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. പക്ഷേ എവിടെയാണ് ഈ ഷെയർസൊക്കെ വിൽക്കപ്പെടുന്നത്? അവിടെയാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഇത് വരുന്നത്. ഒരു റോഡിലിട്ടോ കടയിലോ ഒരു മാളിലോ ഒന്നും വെച്ച് സ്റ്റോക്സ് വിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ സ്റ്റോക്കുകൾ വിൽക്കുവാനും വാങ്ങുവാനും വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന മാർക്കറ്റ് പ്ലേസിനെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ചെറുതും വലുതുമായിട്ട് 23ഓളം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലുതും ഫേമസുമായ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ NSEയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ BSE. ഇതിൽ BSE ആണ് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയുണ്ട്. അതിൻ്റെ പേരാണ് SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് എന്താണ് നടക്കുന്നത്? നമുക്കറിയാം, ഒരു മാർക്കറ്റിൽ പോയാൽ അവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും ഉണ്ട്. അതുപോലെ കമ്പനിയുടെ ഷെയർസ് വാങ്ങുവാനും വിൽക്കുവാനും ബയ്യേഴ്സും സെല്ലേഴ്സും ഉണ്ട്. അവരെയൊക്കെ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിക്കുന്ന റോളാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ളത്. അതായത് ഒരു കമ്പനി ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി ഒരു പബ്ലിക് കമ്പനിയായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് അവരവരുടെ ഷെയർസൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കുവാനിടും. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സൊക്കെ വരും. ഇവരെയൊക്കെ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. എന്താണ് ഈ ഇൻഡെക്സ്? ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അളവ് കൊല്ലിയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സ്റ്റോക്ക് ഇൻഡെക്സ്? ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും അളക്കാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞു. അതുപോലെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ സ്റ്റോക്ക് ഇൻഡെക്സ് ഓർ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. നമ്മൾ പണ്ട് തൊട്ടേ വാർത്തയൊക്കെ വയ്ക്കുമ്പം കേൾക്കുന്ന ഒരു വാചകമായിരിക്കും നിഫ്റ്റി 50 പോയിൻറ്റ് കൂടി, അല്ലെങ്കിൽ സെൻസെക്സ് 20 പോയിൻറ്റ് കുറഞ്ഞു. അപ്പം തൊട്ടേ നമുക്കുള്ള ഡൗട്ട് ആയിരിക്കും എന്താണ് ഈ നിഫ്റ്റിയും സെൻസെക്സും എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലുള്ള ടോപ്പ് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അളക്കാനുള്ള 2 ഇൻഡെക്സുകളാണ് ഈ സെൻസെക്സും നിഫ്റ്റിയും. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ NSEയുടെ ഇൻഡെക്സാണ്. ഈ നിഫ്റ്റിയുടെ മീനിങ് തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50. അതേപോലെ BSEയുടെ ഇൻഡെക്സാണ് സെൻസെക്സ്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റിവിറ്റി ഇൻഡെക്സ്. ഈ ഇൻഡെക്സുകളെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉപയോഗിക്കുന്ന ഒരു മെഷറിംഗ് ടൂളാണെന്ന് മനസ്സിലായി. അവരെങ്ങനെയാണ് ഇത് മെഷർ ചെയ്ത് ഉപയോഗിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, NSEയുടെ ഇൻഡെക്സായ നിഫ്റ്റിയുടെ ഫുൾ ഫോം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50 എന്നാണെന്ന്. അതിലെന്താണ് ഈ 50 എന്ന് പറഞ്ഞ് വന്നതെന്ന് നിങ്ങൾ ആലോചിച്ചു? ഈ 50 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് 50 അല്ലെങ്കിൽ 50 കമ്പനികളാണ്. അതായത് NSEയിലുള്ള ഏറ്റവും പെർഫോം ചെയ്യുന്ന ഏറ്റവും വലിയ 50 കമ്പനികളുടെ പെർഫോമൻസ് എടുത്തു വെച്ചാണ് അവർ ഈ നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ BSEയുടെ ഇൻഡെക്സായ സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന BSEയിലുള്ള ഏറ്റവും വലിയ 30 കമ്പനികളുടെ പെർഫോമൻസ് വെച്ചാണ്. ഈ നിഫ്റ്റി 50യിലുള്ള 50 കമ്പനികളും ഈ സെൻസെക്സിലുള്ള 30 കമ്പനികളും മിക്കതും ഏകദേശം സെയിം ആയിരിക്കും, കാരണം അവരായിരിക്കുമല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികൾ. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് പല ടൈപ്പുകളുണ്ട്. ഇൻഡീസസ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൻ്റെ പ്ലൂറൽ ഫോമാണ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇൻഡീസസ് ഉണ്ട്. ഒന്നാണ് ബെഞ്ച് മാർക്ക് ഇൻഡീസും, സെക്ടോറൽ ഇൻഡീസസും, മാർക്കറ്റ് ക്യാപ്പ് ഇൻഡീസസ്. ഈ ബെഞ്ച് മാർക്ക് ഇൻഡീസസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസെക്സും നിഫ്റ്റിയും. ഇവർ ഈ ബെഞ്ച് മാർക്ക് ഇൻഡീസസ് എന്ന് പറയാൻ കാരണം ഈ സെൻസെക്സിനെയും നിഫ്റ്റിയും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചാണ് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതേപോലെ അടുത്ത സെക്ടോറൽ ഇൻഡീസസ് ഉണ്ട്. ഈ സെക്ടോറൽ ഇൻഡീസസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ടറിനെ എടുത്ത് അതിലുള്ള കമ്പനീസിനെ വെച്ചൊരു ഇൻഡെക്സ് ഉണ്ടാക്കുന്നതിന് ഈ സെക്ടോറൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഈ NSEയിലുള്ള ബാങ്കുകളുടെ എല്ലാം പെർഫോമൻസ് എടുത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സാണ് ബാങ്ക് നിഫ്റ്റി. അടുത്ത 3ാമത്തെ ടൈപ്പ് ഓഫ് ഇൻഡെക്സ് ആണ് ഈ മാർക്കറ്റ് ക്യാപ്പ് ഇൻഡീസസ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ടോട്ടൽ ഷെയർസിൻ്റെ വാല്യൂ ആണ്. അത് വലിയ വലിയ കമ്പനികൾക്ക് അവരുടെ ഷെയറിൻ്റെ വാല്യൂ വലുതായിരിക്കും. അതായത് ഇപ്പോൾ റിലയൻസ് പോലത്തെ ഒരു വലിയ കമ്പനിയുടെ ടോട്ടൽ ഷെയർസിൻ്റെ വാല്യൂ അത്ര ആയിരിക്കില്ല ഒരു ചെറിയ അത്ര ഫേമസ് അല്ലാത്ത ഒരു കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ മാർക്കറ്റ് ക്യാപ്പ് ഇൻഡീസസ് 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളുടെ പെർഫോമൻസ് വെച്ചുണ്ടാക്കിയ ഇൻഡെക്സ്. അത് മിഡ് ക്യാപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജ് ക്യാപ്പും അല്ല സ്മാൾ ക്യാപ്പും അല്ല ഇടത്തരം വാല്യൂ ഉള്ള കമ്പനികൾ വെച്ചുണ്ടാക്കിയ സ്റ്റോക്ക് ഇൻഡെക്സും. സ്മാൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികൾ വെച്ചുണ്ടാക്കിയ ഇൻഡെക്സ്. അങ്ങനെ എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത് നിങ്ങളുടെ ഡൗട്ട് ആയിരിക്കും, എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളായ സെൻസെക്സും നിഫ്റ്റിയൊക്കെ വെച്ച് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഞാൻ ചെറിയൊരു സിമ്പിൾ കഥ പോലെ ആയിട്ട് പറയാം. സപ്പോസ് നമുക്ക് 2 കടകളുണ്ടെന്ന് വെച്ചോ, ഷോപ്പ് 1 ആൻഡ് ഷോപ്പ് 2. അങ്ങനെ ഒരു ദിവസം ഷോപ്പ് 1ൽ 100 രൂപ ലാഭം കിട്ടി, ഷോപ്പ് 2ൽ 100 രൂപ ലാഭം കിട്ടി. അപ്പോൾ അന്നത്തെ നമ്മുടെ ദിവസത്തെ ലാഭം എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. അപ്പോൾ നമ്മളടുത്ത് ഒരു ഫ്രണ്ട് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ന് എത്ര ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് 200 രൂപ അല്ലെങ്കിൽ 200 പോയിൻറ്റ്സ് എന്ന് പറയാം.
അങ്ങനെ അടുത്ത ദിവസം ഈ ഷോപ്പ് 1-ൽ ഒരു 100 രൂപ ലാഭം കിട്ടി, ഷോപ്പ് 2-ൽ 50 രൂപ ലാഭം കിട്ടിയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അന്ന് നമുക്ക് ലാഭം തന്നെയാണ് കിട്ടിയത്, പക്ഷേ തലേ ദിവസത്തെ പെർഫോമൻസ് വെച്ച് നോക്കിയാൽ നമുക്കൊരു 50 രൂപ കുറഞ്ഞിട്ടുണ്ട്. അതാണ് ചുവപ്പ് കാണിച്ചത്. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഷോപ്പ് 1-ൽ 80 രൂപ ലാഭവും ഷോപ്പ് 2-ൽ 80 രൂപ ലാഭം കിട്ടി. ടോട്ടൽ അവർക്ക് 160 രൂപ ലാഭം കിട്ടി. അതായത് തലേ ദിവസത്തെ 150 വെച്ച് നോക്കിയാൽ ഒരു 10 രൂപ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഡേ 1-ൽ 200 രൂപ കിട്ടി, അതിൻ്റെ ഡേ 2-ൽ അവരുടെ പെർഫോമൻസ് കുറഞ്ഞ് 150 ഡേ 3-ൽ വീണ്ടും കൂടി. അപ്പോൾ ഇതേപോലെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസത്തെ പെർഫോമൻസും അടുത്ത തലേ ദിവസത്തെ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ 50 പോയിൻറ്റ് കൂടി അല്ലെങ്കിൽ 20 പോയിൻറ്റ് കുറഞ്ഞു എന്ന് പറയുന്നത്. ഒരു സിമ്പിളായിട്ടല്ല അവർ ഈ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിഫ്റ്റി തന്നെ 50 കമ്പനികളുണ്ടെന്ന് പറഞ്ഞ് ഈ 50 കമ്പനികളുടെയും ഷെയർസിൻ്റെയും എല്ലാം വാല്യൂ ഒക്കെ വെച്ച് അവരെന്തോ കോംപ്ലക്സ് ഫോർമുലയൊക്കെ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ നിഫ്റ്റിയിൽ 50 പോയിൻറ്റ് കൂടി എന്ന് പറഞ്ഞാൽ ഈ 50 കമ്പനികളിലെ കുറേ കമ്പനികൾ അന്ന് നന്നായിട്ട് പെർഫോം ചെയ്തതാണ്, കുറച്ച് കമ്പനികൾ മോശമായിട്ട് പെർഫോം ചെയ്തതാണ്. ഈ നന്നായിട്ട് പെർഫോം ചെയ്ത കമ്പനികളുടെ വാല്യൂ ആണ് കൂടിയതുകൊണ്ട് അന്ന് നിഫ്റ്റിയുടെ വാല്യൂ 50 പോയിൻറ്റ് കൂടി. അപ്പോൾ എന്താണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെന്നും ഇൻഡെക്സുകളെന്നും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചിലർക്കുള്ള ഡൗട്ട് കാണും, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിച്ചാൽ നമുക്ക് അടുത്തതിൽ വിൽക്കാൻ പറ്റുമോ, അതായത് NSEയിൽ വാങ്ങിച്ചാൽ BSEയിൽ വിൽക്കാൻ പറ്റുമോ? എൻ്റെ ഉത്തരം വിൽക്കാൻ പറ്റുമെന്നതാണ്. അതായത് NSEയിൽ നിന്നൊരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിച്ചാൽ നമുക്കത് വേണമെങ്കിൽ BSEയിൽ വിൽക്കാം. പക്ഷേ അത് അന്ന് തന്നെ വിൽക്കാൻ പറ്റില്ല. അതിൻ്റെ സെറ്റിൽമെൻറ്റ് ഡേ എന്ന് പറയുന്നത് ഇത് കഴിയണം. അതായത് T+1 ആണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള സെറ്റിൽമെൻറ്റ് ഡേ. അതായത് ഒരു കമ്പനിയുടെ സ്റ്റോക്സ് വാങ്ങിച്ചാൽ അത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് വരാൻ എടുക്കുന്ന സമയമാണ് ഈ സെറ്റിൽമെൻറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഇന്നൊരു കമ്പനിയുടെ സ്റ്റോക്സ് വാങ്ങിച്ചാൽ അത് അടുത്ത ദിവസമായിരിക്കും നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്തുന്നത്. അത് നമുക്ക് പിന്നെ അടുത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും ഇൻഡെക്സുകളെയും പറ്റിയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റോടെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടോപ്പിക്കുമായി വരുന്ന വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.